അതേണ്ടേ, ആ കക്ഷത്ത് സഞ്ജീവ് വെച്ച് വരുന്ന ആളെ മനസ്സിലായോ? ഇവനാണ് ഞാൻ ഈ പറഞ്ഞ മോനായി. ഈ വിഷയം എന്ന് പറയുന്നത് കടല് പോലെ കിടക്കുകയില്ലേ, അനന്തസാഗരം. അല്ലാതെ നമ്മൾ ഈ മൊബൈൽ സിനിമയെ കാണുന്നത് പോലെ ഒക്കുന്നിടത്ത് വെച്ച് ഒക്കുന്നത് പോലെ ഒപ്പിക്കൽസ് പരിപാടിയൊന്നുമല്ല. ഒരുപാട് പഠിക്കാനുണ്ടോ ഇതില്. ഇത്രയൊക്കെ അറിയാവുന്ന സാറെന്താ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിച്ചില്ല, അത്രേ ഉള്ളൂ. ഇതിനുള്ള മറുപടി മുമ്പൊരിക്കൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ. അന്ന് നീ കരഞ്ഞോണ്ട് എണീറ്റ് പോയതാണ്. വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കണോടാ. അന്ന് എനിക്ക് അതൊന്നും വേണ്ടാന്ന് തോന്നി. ഇന്നും എനിക്ക് അതേ തോന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതല്ല സാറേ, പിന്നെ ഈ തീര് മാത്രം പോരല്ലോ, കുറച്ച് പ്രാക്ടിക്കലൂടെ വേണ്ടേ? എങ്കിലൊരു ബാലൻസിംഗ് ഒക്കെ കിട്ടുള്ളൂ. എടാ മോനെ ഫൈസി, അത്യാവശ്യം ബാലൻസിംഗ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇത്രയും കാലമായിട്ട് അതിന് ഒരു കുറവുമില്ല. അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതില്ലേ, ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നൊന്ന് പറഞ്ഞ. ആദ്യം ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടും. ഇതിലാ? എന്നിട്ട് നമ്പർ അതിലോട്ട് കുത്ത്. കിട്ടുമല്ലോ നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. അങ്ങനെ 1991 ഡിസംബർ 31 അർദ്ധരാത്രി ഞങ്ങൾ ചെന്നൈയിൽ ഒരു മുറിയെടുത്തു. കുളിര് മുഴുവൻ പോയി. സാറ് പറ. ഹലോ ഹലോ. കുട്ടായത് ഞാനാ മോനായി. നീ എവിടാ? ഇവിടെ സ്റ്റേഷനിൽ നിന്നാ. ഞാൻ കോളേജിലാ. ഓ ശരി, ഞാൻ ഇവിടെ നിൽക്കാം. അല്ല, സാർ ഈ പറഞ്ഞ ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ ഔവേഷൻ. എന്തിനാ? എന്തെങ്കിലും ചെന്നൈ പോകുമ്പോ അവിടെ തന്നെ റൂം എടുക്കാം. ആ ഹോട്ടൽ ഇടിച്ചു നിരത്തി ഇപ്പോ സ്വിമ്മിംഗ് പൂളാക്കി. എടാ സുന്ദരി, ഇവനെ കൊണ്ട് വലിയ ശല്യായാലോ? നിനക്ക് എന്താ വേണ്ടത്? എടാ മോനായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കാം. നിങ്ങൾ ബസ്സിന് വിട്ടോ. സാറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാളെ കാണാവേ. ആയിക്കോട്ടെ. അപ്പൊ ശരി. അല്ല മാത്ത, ആരാടാ ഈ മോനായി? ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കല്ലേ? സാധനം കൊള്ളാം. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചല്ലെന്ന്. ഈ പഴുതന്നെ വില കിലോ 50. ഈ ഏത്തക്കേക്കും 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലല്ലേ? നല്ല മുഴുത്ത ഏത്തൊക്കെ വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ? അതാ തന്നെ എന്നാ മതി. ഇവിടെ വില വയ്ക്കാനും പാടില്ലേ? ഷേ, എന്തൊരു നാടത്. അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? അതോടെ അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നത് ഞാൻ നിർത്തി. അപ്പൊ ശരിയാണ് പിള്ളേരെ, ഞാൻ പോവാ. നാളെ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ട്, കുറെ പ്രിപ്പയർ ചെയ്യണം. സാറ് പോയത് ഇങ്ങനെ. സാറ് പോയ കഥ ആരുണ്ടോ? കഥ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. നിന്റെയൊക്കെ പ്രായത്തിൽ ഇത്രയും കഥ കേട്ടാ മതി കേട്ടാ. അതല്ല സാറേ, വേറെ കാര്യമുണ്ട്. സാർ ഇതേ നിൽക്കുന്നവരെ കണ്ടോ? ഒരുപാട് പേര് നിൽപ്പുണ്ടല്ലോ. ആ നടുക്ക് നിൽക്കുന്ന പൊക്കം കൂടിയവൻ. അവൻ തന്നെ. ആ ഹൈറ്റ് കൂടിയോ? അവനെന്ത് പറ്റിയടാ? അവന് സാർ വാ, ഞാൻ കാണിച്ചു തരാം. സാർ വാ, കാര്യം പറയണേ. സാർ അവനെ നോക്കി എങ്ങനെയുണ്ട് ആള്? ഇവന് നല്ല പൊക്കമുണ്ട്, നല്ല ലുക്കും ഉണ്ടല്ലോ. ഇവനെന്താ സീരിയൽ അഭിനയിക്കാൻ പോണ? ആണല്ലോ. ഒന്ന് കുഞ്ഞിന്ന്. അതല്ലെന്ന്, ഇത് നോക്ക്. നോക്കി. ഇത് മുതുകല്ലേ? അതല്ല, ഈ പാട് നോക്ക്. ആ ശരിയാണല്ലേ. നേരെയല്ലടാ. എന്ത് പറ്റിയടാ ഇത്? 2 ദിവസം മുമ്പ് ഇവരെ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടത് ചോദ്യം ചെയ്തതാ. അതെന്നെ പരിപാടിയാ? പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ട അത് ചോദ്യം ചെയ്യാനും പാടില്ലേ? പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടപ്പോ ഇവനെ ചോദ്യം ചെയ്തതാ. അതിനെന്തിനാടാ ഇവനെ ചോദ്യം ചെയ്യുന്നത്? അവനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? ചോദ്യം ചെയ്തവന്റെ പെങ്ങളെയാ ഇവന്റെ കൂടെ കണ്ടത്. അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. അത് നന്നായി. ഇപ്പഴാ എത്തിയ. ഏതവളാടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? സാറേ, ഫസ്റ്റ് ഇയർ സിവിലില്. സിവില്? സിവിലില് വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി സിവിള്. കവിളടിച്ച് പൊളിച്ചളയും. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇപ്പൊ നിന്റെയൊക്കെ ടൈമല്ലേ. ന്യൂ ജനറേഷൻ. അനുഭവിച്ചോ? വയ്യാണ്ടായ ന്യൂ ജനറേഷന് കുറ്റം. എന്താ ചക്കരെ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്ത് തന്നെ സംഭവിച്ചാലും, ഏത് വലിയവൻ വന്നാലും എന്റെ മുറ്റത്ത് ഞാൻ സ്വന്താക്കിയിരിക്കും. നീ പേടിക്കണ്ടേ, ഇക്കല്ലേ പറയണത്. നീ എത്തിയതല്ലേ ഉള്ളൂ.
ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടെന്നും കേട്ടെന്നും വരും. ഇതൊന്നും കാര്യാക്കണ്ട, നീ വാ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതെ, ഞാൻ എന്നിട്ട് രാത്രി വിളിക്കടി. ഇവിടെ കുറച്ച് അലലാദികൾ വന്നിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ. എടാ, ഇവൻ ഇതുവരെ നിർത്താറായില്ലേ? ഇല്ല, സുന്ദരിക്കേ ഈയിടെയായിട്ട് ഇച്ചിരി കൂടുതലാ. എടാ, നീ അവളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അതിനെന്താ? ഒന്നുമില്ല. അളിയാ, ഈ കണ്ണുകൊണ്ട് കാണുന്ന മാത്രല്ല പ്രണയം, കാണാതെ നമുക്ക് പിന്നെ പരസ്പരം കാണാതെ തന്നെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രമാത്രം അടുത്തു കഴിഞ്ഞു. എത്രമാത്രം? അത്രമാത്രം. വീട്ടളിയാ, നമ്മൾ ഇന്നലെയല്ലേ ഇവനെ കാണാൻ തുടങ്ങിയത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ ചോദിച്ചെന്നുള്ളേ. വാ മോനെ. ഓടി രക്ഷപ്പെട്ടോ. എന്റെ പെണ്ണെ കണ്ടട്ടെ, നീയൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ പറഞ്ഞോളാം ഇതിനൊക്കെ ഉള്ള മറുപടി. കണ്ടാ മതിയേ. കാണുമ്പോ നല്ല കിളി പോലത്തെ ഒരു പെങ്കച്ചായിരിക്കണേ. ഗുഡ് മോർണിംഗ് ബോയ്സ്. നീ വന്നേ, ഒരു മനോഹരമായ കാഴ്ച കാണിച്ചതാ. എന്ത് കഴിക്കാം? ഇങ്ങോട്ട് വാടാ. ഇവൻ ഇത്ര പെട്ടെന്ന് നീ വളച്ചോ? അതെ, വളച്ചു. നീ ഇങ്ങനെ രണ്ടു കൊല്ലായി പതിറക്കി കൊണ്ട് നടക്കുവല്ലേ, ആ മോനെ കണ്ടു പഠിക്കടാ. അല്ലല്ലേ, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ഫാസ്റ്റാ. നിന്റെയൊക്കെ പറിച്ചാട്ടൊന്നും എന്റെ പെണ്ണുമ്പളെ ഞാൻ പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് പോടാപ്പാന്ന്. എടാ, വെല്ലോന്റെ പെണ്ണുമ്പളെ വെല്ലോനും പഞ്ചാര അടിക്കുന്നത് ഞാനെന്താണ് വിഷമിക്കുന്നത്? അതാണ് മച്ച വിട്ടുകളാ. സൂച പോയാ ജയ, അത്രേ ഉള്ളൂ. നീ വാട മാത്രം, വിശക്കൊന്ന്. അളിയാ, ചാടിച്ചാവല്ലേ. ജയ എങ്കിൽ ജയ. ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. ദേ ഈ കൈ ഏതാടാ മുഴുവൻ പിള്ളേരോട് ചടി നടക്കും. ചേച്ചി പേടിക്കണ്ട, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞു തരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാ അത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ പുതിയ ഒരെണ്ണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതിയെന്ന് പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഉണ്ണി, നീ നേരെ കടയിലോട്ട് ചെല്ലണം. പരസ്യത്തിന് ഷൂട്ട് അടക്കില്ലേ? പോകുന്ന വഴിക്ക് മോളെ കോളേജിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഞാൻ ഓഡിറ്ററെ കണ്ടിട്ട് വരൂ. ഞാൻ ഇറങ്ങാൻ വൈകും. വൈകിയാലും ഇവനോട് പോയാ മതി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ ഇവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. ഉണ്ണി, ഞാൻ ഇറങ്ങുക. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ വേഗം കടയിലേക്ക് നേക്കണം. ഞാനിപ്പോ തന്നെ ഇറങ്ങാം. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, 2 ദിവസമായിട്ട് ഒരു സ്നേഹമില്ലല്ലോ. പിണക്കാണോ? ഒരു മൈൻഡ് ഇല്ലല്ലോ. നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞ് മാലയിട്ട്
ആ സുചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണല്ലോ. ഓ അങ്ങനൊന്നുമില്ല. ഓഹോ, എന്നിട്ട് എപ്പം നോക്കിയാലും ഭയങ്കര കളിയും ചിരിയൊക്കെ ആണല്ലോ. ഓ അതോ, അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന. ആ അതിന് ഇതിന് മാത്രം സംസാരിക്കാൻ തിരിക്കുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുന്നൊക്കെ തന്നെയല്ലേ? അതേ. സത്യം പറ, ചേച്ചി വളയോ? വളയുമോന്നു? എടാ പരിപാടി വല്ല നടക്കുമെന്ന്. ഓ ഒന്ന് പോ. ബൈ ദ ബൈ, മോനായിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചേച്ചിയുടെ കിട്ടിയവൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. രാത്രിയിലാണ് ഇയാൾക്ക് പണി, അതായത് കാവൽ മാത്രം. മിക്ക രാത്രികളിലും പാവം സൂചിച്ച് ഒറ്റയ്ക്ക. വല്ലാത്തൊരു ഏകാന്ത ജീവിതമാണ് ആ പാവം നയിക്കുന്നത്. ആ ഏകാന്ത ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു നോക്കിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ഇനി വേണമെങ്കിൽ മൂന്നായും ശ്രമിച്ചു നോക്ക്. ഞാനോ? ആ റെഡിയായി, ഇറങ്ങുവാ. ഇത് പിടിച്ചോ, ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവും. ഓക്കെ. ചീപ്പ് എന്തിന്?